ഇവിടെ ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ ഏതാണ്ട് ഈ സാധനം വെള്ളത്തിലിട്ട് കല്ലുപ്പും കൂടിട്ട് ഷിൻപെയിൻ ഒന്ന് മുറുവെണ്ണ ഉണ്ടല്ലോ, മുറുവെണ്ണ മേടിച്ചിട്ട് കുട്ടിൻ്റെ താഴോട്ട് വൈകുന്നേരം അങ്ങനെ ഇവിടെ അല്ലേ വേദന, പിന്നെ ഇവിടെ ഈ സൈഡിലെ വേദന കറക്റ്റ്. അപ്പോൾ ഇവിടെ മുറുവെണ്ണ തേക്കണം. മുറുവെണ്ണ തേച്ചിട്ട് ലൈറ്റായിട്ട് ചൂട് കൊടുത്ത് രാവിലെ വൈകിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇതല്ലാതെ ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയെ ചെയ്യാൻ പറ്റുന്ന ഇതുകൊണ്ടുള്ള ചെടി കണ്ടോ, എരുക്കല. ഇവിടെ ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ ഏതാണ്ട് ഈ സാധനം വെള്ളത്തിലിട്ട് കല്ലുപ്പും കൂടിട്ട് തിളപ്പിച്ചിട്ട് ഇത് ഇങ്ങനെ ആവി പിടിക്കും. ഇത് മുറുവെണ്ണ ഞാൻ പറഞ്ഞല്ലേ, തേച്ചിട്ട് ഇങ്ങനെ ആവി പിടിക്കണം. ഒന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിൻ്റെ കറ നിങ്ങളുടെ കണ്ണിലും അങ്ങ് പറ്റാതെ നോക്കണം കേട്ടോ. അതൊരു നല്ലൊരു ഔഷധ ചെടിയാണ്. ഓക്കെ, പക്ഷെ കറ കണ്ണിലും മൂക്കിലൊന്നും വീഴാതെ നോക്കണം. ഓക്കെ, ഇതാണ്ട് ഇതുപോലെ ഇല ഇങ്ങനെ അടർത്തിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കെട്ടണം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ബാഗിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇതായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഞാൻ റോൾ ചെയ്ത് കൊടുക്കും. നമ്മൾ മറ്റേ എന്തോ പറയുന്നത് ഷവർമയൊക്കെ മടക്കാം, അത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എണ്ണ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടാലും നല്ല റിലാക്സ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ ഷെൽ ഫിഷ്, അതായത് ഈ കക്ക, കൊഞ്ച്, ഞണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗം ശ്രദ്ധിച്ച് ചെയ്യാം. ഉടനെ തന്നെ കഴിക്കരുത്, അലർജി ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ.